ബിജി എവിടെയുള്ളത്? എന്നാൽ ഇവന്മാർ എൻ്റെ അടുത്ത് തന്നെ വരും. എനിക്ക് വയ്യ. ടീച്ചർ ബിജിമോൻ, എടോ ഞാൻ ഇവിടെ എന്ത് പറഞ്ഞാലും ഇവന്മാർ എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ വേണം. ബിജി ചേച്ചിയുടെ കൈ ഒന്ന് പിടിച്ചാൽ മതി. കാണാനുള്ള ബുദ്ധി കൊണ്ട് ഒരു വട്ടെങ്കിലും ബിജി ചേച്ചിനൊന്നും കാണണമല്ലോ, എന്നാലും അവന്മാർ വരും. ഗസ്റ്റ് ഉണ്ടോ ബിജി? അയ്യോ ഇല്ല, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ. നമ്മളിവിടെ എന്ത് പറഞ്ഞാലും, ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞാലും അവന്മാര് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓപ്പറേറ്റ് പറയാം, ബിജി ചേച്ചി 10 മിനിറ്റ് ഉള്ളതെന്നൊക്കെ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമർ ആണ്, ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഞാൻ 2 മണിക്കൂർ കൊടുക്കും. ഓക്കെ, നിങ്ങൾ അത് വിചാരിച്ചിട്ട് അടുത്ത് വരാണ്ടിരിക്കേണ്ട. നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും ടൈമിങ് കൂടുതൽ. ഓക്കെ, മാക്സിമം ഞാൻ 10-20 മിനിറ്റ് എടുക്കാറുള്ളൂ കസ്റ്റമർക്ക്, മാക്സിമം എടുക്കാറുള്ളൂ. നിങ്ങളുടെ ടൈമിങ് പോലെ ഇരിക്കും എൻ്റെ ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ ടൈം കിട്ടും. അതല്ല നിങ്ങൾ കലാശം. അപ്പോൾ ജോലിയും കഴിഞ്ഞു. സിംഗപ്പൂർ ബിജി ടൈമിങ് ആർക്കാ കൂടുതൽ? 2 മണിക്കൂർ ആർക്കാ കൊടുത്തതൊന്ന് പറഞ്ഞേ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ചത്ത പോലെ കിടന്നാൽ അപ്പോൾ കത്തിച്ച് കളയണമല്ലോ. എടാ നീ ഒന്ന് പോയി കത്തിക്കല്ലേ. ചേച്ചിയുടെ മുല എങ്ങനെയാ ചീവായി നിൽക്കുന്നത്? അതിനിടെ എല്ലാവരും ചോദിക്കാറുണ്ട്. അത് ഇൻസ്റ്റയിലും ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും പല ഇതിലും എന്നോട് പല കസ്റ്റമേഴ്സും കുറേ ചേട്ടന്മാരും ലോകം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബി ചേച്ചി 3 പ്രസവിച്ചു 3 പെറ്റു, എന്തുകൊണ്ട് ബി ചേച്ചിയുടെ മുല ഇങ്ങനെ നല്ല കുത്തനെ നിൽക്കുന്നു? അതിന് എൻ്റെ മുല തൂങ്ങിയിട്ടൊന്നുമില്ല. ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കല്ല് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വെയിറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ 3 മക്കളും മുലപ്പാൽ കുടിച്ച് തന്നെയാണ് വളർന്നത്. പക്ഷെ എപ്പോഴും അല്ല, കുറെ ആൾക്കാരുടെ ചോദ്യമാണ്, ബി ചേച്ചിയുടെ മുല മാത്രം എന്താ ഇങ്ങനെ നല്ല എന്താ പറയുക നല്ല ഷേപ്പിലും നല്ല ഇതിൽ നിൽക്കുന്നതെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എനിക്കെന്നെ അറിയില്ല അതെന്താണ്. നമ്മളാർക്കും പിടിക്കാനും ഞോണ്ടാനും കൊടുക്കാറില്ല. ഈ പിടിക്കാനും ഞോണ്ടാനും കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുലയൊക്കെ തൂങ്ങിപ്പോവുക, ഉടഞ്ഞു പോവുക, അതൊക്കെ ചെയ്യണത്. ഓക്കെ, നിന്റെ കന്ത് എങ്ങനെ? ഞാൻ കുഞ്ഞു നോക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിവരിച്ചു തന്നേന്. നീ ഒന്ന് നോക്ക്. ഓക്കെ, നീ നിന്റെ പെണ്ണുമ്മയുടെ സാധനം എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതാദ്യം പറ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ കേട്ടോ. ഉച്ചിലെ വർത്താനം ചോദിക്കില്ല എന്നോട്. തമാശ മറ്റടുത്ത ഡയലോഗ് ഇവിടെ വേണ്ട, മാന്യമായിട്ട് സംസാരിച്ചോ. ഹായ് ഹൗ വാട്സാപ്പ് സോറി. അല്ല, ഇത് ഞാൻ ഇവിടെ ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോ, ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. ഹായ്, അതിനും വേണം ഭാഗ്യം. ഇവൻ കുറേ നേരമായിട്ട് ഇങ്ങനെ മെസ്സേജ് വിടുന്നു. ഒരു മിനിറ്റ്. ചേച്ചി മുല തൂങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം? അതോ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. പെണ്ണുങ്ങളുടെ മുല തൂങ്ങാതിരിക്കാൻ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, വരുന്ന ആണുങ്ങൾക്കൊന്നും മുല കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അവർ കൂടുതൽ നേരം മുലയെ മാട്ടി കളിച്ചാൽ തൂങ്ങും. ഓക്കെ, അതൊന്നും അതുമ്മ പിടിച്ച് മെക്കാൻ എല്ലാ ആണുങ്ങൾക്കും അത് മാത്രം മതി. അപ്പൊ അത് മാക്സിമം കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും നുണ പറയുക, എനിക്ക് വേദനയാണെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്മാറുക. അതുമ്മ മാക്സിമം തൊടാതിരിപ്പിക്കാൻ നോക്കുക. അതും ഇട്ട് തിരുമ്മി കളിച്ചാൽ തൂങ്ങും. 3 ദിവസം വേണ്ട 2 ദിവസം തൂങ്ങിപ്പോവും. മാക്സിമം കൊടുക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ചെറിയൊരു ടിപ്പ്, വാസലിനും കറ്റാർവാഴയുടെ ജെല്ല് തിരുമുക. സെബോളിൻ അതായത് വാസലിൻ എടുക്കുക, കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക, രണ്ടും കൂടെ തിരുമാം. രാത്രി കിടക്കാൻ നേരത്ത് തിരുമണം. ഞാൻ പറയണത് കേട്ടോ. എല്ലാ ദിവസവും രാത്രി 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയായാലും നമുക്ക് രാത്രി അത് പറ്റുള്ളൂ. കാരണം പകൽ നമ്മൾ പുറത്തൊക്കെ പോകണില്ലേ, നമുക്ക് ഡ്രസ്സ് ഇടണ്ടേ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഇത് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക, കുറച്ച് കയ്യിൽ നമ്മുടെ വാസലിൻ എടുക്കുക,
ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് നമ്മൾ കിടക്കാൻ നേരത്ത് ഡ്രസ്സൊക്കെ ഊരി നമ്മുടെ ബ്രൈസറൊക്കെ ഊരി മാറ്റി ഇത് തിരുമിയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ കയ്യിൽ ഇത് ഒതുങ്ങണം. അതായത് ഇങ്ങനെ കൈ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ വട്ടത്തിനുള്ളിൽ സാധനം ഒതുങ്ങണം. എന്നിട്ട് ഈ സാധനം പിടിച്ച് തിരിക്കുക. ഇങ്ങനെ പിടിച്ച് തിരിക്കരുത്. കറക്കി 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 വിടുക. കറക്കി കറക്കി വിട്ട് കഴിയുമ്പോഴല്ലോ അതൊന്ന് മേളിൽ നിന്ന് താഴേന്ന് മേളിലോട്ട് കയറ്റി വിടുക. തിരുമി തിരുമി അങ്ങനെ 1 മാസം തിരുമി കിടന്നിട്ട് നമ്മൾ എന്തെങ്കിലും ബ്രേസ് ഇടരുത്. നേരം വെളുക്കും മാത്രമേ ബ്രേസ് എടുത്തിടാൻ പാടുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ചെയ്താൽ നിങ്ങളുടെ മല തൂങ്ങിയ മല മുകളോട്ട് കയറിപ്പോവും. അതായത് ഈ കറ്റാർവാഴയുടെ ജെല്ലും ഈ വാസലിൻ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുന്ന സാധനമാണ്. അതായത് തൂങ്ങി കിടക്കുന്നത് വലിച്ചെടുക്കും. അതായത് നമ്മുടെ ഇറച്ചി ചൊള ഇവിടെ തൂങ്ങി കിടക്കുക. ഇതെനിക്ക് ഫിറ്റ് ആക്കണം. ഇവിടെ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പം ഈ കറ്റാർവാഴയുടെ ജെല്ലും ഈ വാസലിനും നമ്മൾ ഈ തൂങ്ങി കിടക്കുന്നത് മുറുകി ടൈറ്റാക്കും. ടൈറ്റാക്കി കൊണ്ടുവരും. കാരണം ഇത് രണ്ടും വലിച്ചെടുക്കുന്ന സാധനമാണ്. ഇത് ടെസ്റ്റ് ചെയ്താൽ 1 മാസം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുലയ്ക്ക് ഷേപ്പും കിട്ടും. തൂങ്ങിയത് കുറച്ച് നമുക്ക് കയറിപ്പോരും. നല്ല സ്ട്രോങ്ങും കിട്ടും. സീരിയസ്ലി എന്നാണ് പറയല. ഞാൻ മക്കളെ പിടിച്ച് സത്യം ചെയ്യണ പറയല. ഇത് ഞാൻ എൻ്റെ മക്കളെ പിടിച്ച് സത്യം ചെയ്തു. ഇത് സീരിയസ്ലി ആണ്. 100% ആണ് ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നോണ പറയല്ല കേട്ടോ. ഞാൻ ചെയ്തത് കൊണ്ട് പറയാണ്. അതിനുള്ള കിട്ടും. കാരണം ഇത് രണ്ടും നമ്മളെ പിടിച്ചു മുറുക്കുന്നതാണ്. കറ്റാർവാഴയുടെ ജെല്ലും വാസലിനും. നമ്മളൊരു കൈ ഡ്രൈ ആവുമ്പം നമ്മൾ വാസലിൻ തേക്കാറില്ലേ? അപ്പൊ ഈ വാസലിൻ തേക്കുമ്പോൾ നമ്മുടെ ഇത് ടൈറ്റ് ആവാറുണ്ടോ? അത്ര ചിന്തിച്ചാൽ മതി. ഇതിന് ഈ രണ്ടിനും പറ്റും.